ഗൈസ് നമ്മളിന്ന് എങ്ങോട്ടാ പോണ്? നമ്മളിന്ന് പള്ളിയിൽ പോവാണ്. വരവൂര് മക്കാമിൽ പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഈ വരവൂർ മക്കാമിക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കുണ്ടന്നൂർ ചുങ്കം, അതായത് വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നോളം റോട്ടിൽ കുണ്ടന്നൂർ ചുങ്കത്ത് നിന്ന് റൈറ്റ് പോയിട്ടാണ് നമുക്ക് ഈ വരവൂർ മക്കാമിലേക്ക് പോകാനുള്ള വഴി. പിന്നെ പല വഴികളും നമുക്ക് ഇതിന് അനുബന്ധമായിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞത്, നല്ല റോഡും കാര്യങ്ങളുമാണ്. നമ്മുടെ ഇടതുവശത്ത് കാണുന്നതാണ് വരവൂർ മക്കാമും പള്ളിയും കാണുന്നത്. ഇതാണ് വരവൂർ മസ്താൻ പാപ്പയുടെ ഖബർസ്ഥാൻ എന്ന് പറയുന്നത്. ഇവിടെ ജാതി ഭേദമന്യേ എല്ലാ മത വിഭാഗക്കാരും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മറ്റുള്ള പള്ളികളിൽ കാണുന്നത് പോലെയുള്ള പിരിവുകൾ, മറ്റുള്ള സംഭവങ്ങളോ ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അങ്ങനെ അത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത്. നമുക്കവിടെ വീഡിയോ എടുക്കുന്നതിന് കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ലേറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വരികയാണെങ്കിൽ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് ഈ കാണുന്ന ഖബർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഖബർസ്ഥാനാണ് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എത്ര പേര് വന്നാലും ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അന്നദാനം നടക്കുന്നത്. ഇവിടെ എല്ലാ കൊല്ലവും നമുക്ക് ഉറൂസ് കാര്യങ്ങൾ, ഒരു 3-4 ദിവസം ഉറൂസ് കാര്യങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ ഭക്ഷണ വിതരണവും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ മതപ്രഭാഷിതൻ പണ്ഡിതനായിട്ടുള്ള നൗഷാദ് ബാക്കവി ഇവിടെ എല്ലാ കൊല്ലവും ഉറൂസിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. നോക്കണല്ലോ ഈ ഖബർസ്ഥാനിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ കടകൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും ഭക്ഷിക്കാനുമുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. ഈ ഖബർസ്ഥാനോട് ചേർന്ന് തന്നെയാണ് പള്ളിയും നിലകൊള്ളുന്നത്. വർഷത്തിൽ നടക്കുന്ന ഉറൂസിൽ പങ്കെടുക്കുവാനും ദിവസവും നടക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. വരവൂർ മക്കാമ കാണാത്ത വിശ്വാസികളുണ്ടെങ്കിൽ തീർച്ചയായും സിയാറത്ത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.